നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു കിഡ്സ് പാറ്റേൺ. അപ്പോൾ നമ്മൾ കിഡ്സ് പാറ്റേണിൽ ചൈൽഡ് ബോഡീസ് ബ്ലോക്കും സ്ലീവ് ബ്ലോക്കും വരയ്ക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റിംഗ് കൂടെ ഞാനിതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ളതിൻ്റെ ബോഡി മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ചെസ്റ്റ് മെഷർമെൻറ്റ് തന്നു, വെയ്സ്റ്റ്, ക്രോസ് ബാക്ക്, വെയ്സ്റ്റ് ലെങ്ത്ത്, പിന്നെ ഫിനിഷ്ഡ് ഡ്രസ് ലെങ്ത്ത്. അതായത് നമ്മൾ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് ഇത്രയും വേണം. അതാണ് ഇവർ തന്നിരിക്കുന്ന ഫിനിഷ്ഡ് ഡ്രസ് ലെങ്ത്ത് 50 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് എങ്ങനെയാണിതെന്ന് നോക്കാം, വരയ്ക്കുന്നത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ചൈൽഡ് ബോഡീസ് ബ്ലോക്ക്. അപ്പോൾ ഇത് നമുക്ക് വരയ്ക്കണമെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ നോർമൽ ബോഡീസ് ബ്ലോക്കിൻ്റെ ആ മെത്തേഡ് തന്നെയാണ്. ഇതിൽ കുറച്ച് സ്റ്റെപ്സിൽ വ്യത്യാസം ഉണ്ടാവും, മെഷർമെൻറ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ, കുട്ടികളാണ്. അപ്പം നമുക്കത് വരയ്ക്കുന്നത് സ്റ്റെപ്പ് സെയിം തന്നെയാണ്, ഓൾമോസ്റ്റ് മെഷർമെൻറ്റ്സിലുള്ള കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ വരയ്ക്കുക അല്ലേ. ഫസ്റ്റ് മറ്റേ ബോഡീസ് ബ്ലോക്കിൽ വരച്ച പോലെ ലൈൻ AB ആണ് ഇതിൽ ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്ത് +1 ഇട്ട് കഴിഞ്ഞാൽ ABൻ്റെ മെഷർമെൻറ്റ് കിട്ടും. പിന്നെ നമ്മൾ BC ആണ് വരയ്ക്കുന്നത്. BC എന്ന് പറയുന്നത് വെയ്സ്റ്റ് ലെങ്ത് ആണ്, നമുക്ക് തന്ന മെഷർമെൻറ്റ് തന്നെയാണ്. പിന്നെ നമുക്കറിയാലോ, AD ജോയിൻ ചെയ്യുക, DC ജോയിൻ ചെയ്യുക. അതായത് AB എത്രയാണോ അത് തന്നെയായിരിക്കും DCയും, BC എത്രയാണോ അത് തന്നെയായിരിക്കും ADയും. കറക്റ്റ് മെഷർമെൻറ്റ് തന്നെയായിരിക്കും. അത്രയും വരയ്ക്കുക. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ആയിട്ട് കിട്ടും. അടുത്ത നമുക്ക് AE കിട്ടണം. അപ്പം AE കിട്ടണമെങ്കിൽ ADയുടെ മിഡ് പോയിൻ്റ് എടുക്കുക. ADയുടെ മിഡ് പോയിൻ്റ് എടുത്തിട്ട് E വരയ്ക്കുക. ADയുടെ മിഡ് പോയിൻ്റ് എടുത്തിട്ട് E വരയ്ക്കുക. BCയുടെ മിഡ് പോയിൻ്റ് എടുത്തിട്ട് E ഡാഷ് വരയ്ക്കുക. പിന്നെ നമ്മൾ AEയുടെ മിഡ് പോയിൻ്റ് എടുത്തിട്ട് F വരയ്ക്കുക. നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തിരുന്നു, അത് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു, F വരയ്ക്കുന്നത്. അതുപോലെ BE ഡാഷിൻ്റെ മിഡ് പോയിൻ്റ് F ഡാഷ് കിട്ടും. അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്, AFൻ്റെ മിഡ് പോയിൻ്റ് G, BF ഡാഷിൻ്റെത് G ഡാഷ്. അത്രയും വരച്ച് ലൈൻസ് വരച്ച് വയ്ക്കുക. അടുത്തത് എന്താണ്, H എന്നുള്ള പോയിൻ്റ് നമുക്ക് കിട്ടുന്നത് AB എന്നുള്ള ലൈനിലാണല്ലോ H വരുന്നത്. അപ്പം AHൻ്റെ മെഷർമെൻറ്റ്, അതായത് A മുതൽ H വരെ നമ്മൾ ആ 5.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ AO എന്നുള്ള പോയിൻ്റ്, അതായത് O കിട്ടണമെങ്കിൽ നമ്മൾ 1.25 A എന്ന് താഴേക്ക് എടുക്കണം, 1.25. അതിനുശേഷം OH ഒരു കേർവിൽ വരയ്ക്കുക. OH ഒരു കേർവ് ആക്കിയിട്ട് വരയ്ക്കുക. പിന്നെ ഉള്ളത് I എന്നുള്ള പോയിൻ്റാണ്. അത് നമ്മൾ വരയ്ക്കേണ്ടത് G ഡാഷിൽ, G ഡാഷ് എന്നുള്ള ലൈനിലാണ് I എന്ന പോയിൻ്റ് വരുന്നത്. അതായത് G മുതൽ I വരെയുള്ളത് നമ്മൾ ക്രോസ് ബാക്കിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. എക്രോസ് ബാക്കാണത്. GI എന്നുള്ള മെഷർമെൻറ്റ് നമുക്ക് കിട്ടുക 11 സെൻറ്റിമീറ്റർ ആണ്. അതെടുത്തിട്ട് ഇവിടെ I എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് I വരെ കിട്ടിയില്ലേ. നമ്മൾ മറ്റേതിൽ വരച്ച പോലെ I നിന്ന് താഴേക്ക് ഇവിടുന്ന്, അതായത് HI ജോയിൻ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാം. 1.25 സെൻറ്റിമീറ്ററും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് J മാർക്ക് ചെയ്യാം. അതിനുശേഷം I എന്നൊരു പെർപെൻഡിക്കുലർ ലൈന് വരയ്ക്കുക E ഡാഷിലേക്ക്. E ഡാഷിലേക്ക് I എന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. പിന്നെയുള്ളത് E ഡാഷിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തിട്ട് K എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ Jയും Kയും ഒരു കേർവ് ആക്കിയിട്ട് വരയ്ക്കുക. അതായത് ബാക്ക് ആം ഹോളാണ്, നമ്മൾ അധികം കുഴിച്ച് വരയ്ക്കൂല, അറിയാലോ, ബാക്ക് ആം ഹോളിന് അത്രയും കുഴിച്ച് വെട്ടൂലല്ലോ. പിന്നെ ഉള്ളത് എന്താണ്, K എന്ന് നമ്മൾ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക.
എൽ എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യാം. എല്ലിന്ന് രണ്ട് സൈഡിലേക്കും 1.25 എടുത്തിട്ട് എം ഡാഷ് മാർക്ക് ചെയ്യാം. അതിനുശേഷം കെ എം ഡാഷ് നമ്മൾ ജോയിൻ ചെയ്യാം. അതെന്താണ്, നമ്മുടെ സൈഡ് സീമാണ് കേട്ടോ. ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് വേറെ, കെ എം ഡി ഇത് വേറെ. ഇത്രയും പോർഷൻ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സൈഡ് സീം വരുന്നത്, കെ എം ഡാഷും കെ എമ്മും. അപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം എച്ച് ഡാഷ്, എച്ചാ കിട്ടിയുള്ളൂ. അപ്പം നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ബി എച്ച് ഡാഷ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ബി എച്ച് ഡാഷ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5.5 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്കൊരു എൻ കിട്ടാനുണ്ട്, ബി എൻ. ബിന്ന് താഴെ എന്നിലേക്ക് എന്താക്കുക, 6.25 താഴേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു കേവ് ആക്കിയിട്ട് വരയ്ക്കുക. ഇത് ഫ്രണ്ട് നെക്കാണ്. നേരത്തെ വരച്ച ബാക്കായിരുന്നു, അധികം ഡെപ്ത് ഉണ്ടാവില്ല. ഫ്രണ്ടിൽ കുറച്ചും കൂടെ ഡെപ്ത് ഉണ്ടാവും. പിന്നെ നമുക്ക് വരയ്ക്കാനുള്ളത് എച്ച് ഡാഷ്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ജെ ഡാഷിലേക്ക് വരയ്ക്കുക. സെയിം മെഷർമെൻറ്റ് തന്നെ, എച്ച് ഐയുടെ മെഷർമെൻറ്റ് തന്നെ എച്ച് ഡാഷ് ജെ ഡാഷിലേക്ക് വരയ്ക്കുന്നത്. അതായത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന, ആദ്യം കിട്ടിയത് എച്ച് ഐ ജെ കിട്ടിയിരുന്നു. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയത് എച്ച് ഡാഷ് മാത്രമാണ് അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ എച്ച് ഡാഷിന്ന് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഐയിലേക്ക് വരയ്ക്കാം. എച്ചിന്ന്, അതായത് എച്ച് ഡാഷിന്ന് ഐയിലേക്കൊരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. പക്ഷെ നമുക്കിത് കിട്ടിയിട്ടില്ല, ജെ ഡാഷ് കിട്ടിയിട്ടില്ല. ഇനി എന്താ ചെയ്യേണ്ടത്, എച്ച് ഐയുടെ മെഷർമെൻറ്റ്, എച്ച് ഐ എന്നുള്ള മെഷർമെൻറ്റ് എത്രയായിരുന്നോ അതെടുത്തിട്ട് നമ്മൾ ഇവിടേക്ക് എച്ച് ഡാഷിന്ന് ജെ ഡാഷിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഈ മെഷർമെൻറ്റ് എച്ച് ഐ എന്നുള്ള മെഷർമെൻറ്റ് ഇവിടുന്ന് ഇവിടം വരെ മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ മറ്റേതുപോലെ വരയ്ക്കുക, താഴേക്ക് വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ ലൈന് നമ്മളെവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, ഇ ഡാഷിലാണ് മീറ്റ് ചെയ്യുന്നത്. പിന്നെ എഫ് ഡാഷ് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിന് നമ്മൾ പി എന്ന് കൊടുക്കുക. അപ്പം പിന്ന് ആറിലേക്ക് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, 1.25 സെൻറ്റിമീറ്റർ എടുത്തും ആർ മാർക്ക് ചെയ്യുക. എന്നതിന് ശേഷം ജെ ഡാഷ് ആർ കെ ഇതൊരു കേവ് ആക്കിയിട്ട് വരയ്ക്കുക. നമുക്കറിയാം ഫ്രണ്ട് ആം ഹോളാണ്, കുറച്ചുകൂടെ കേവ് ഉള്ളിലേക്ക് ഉണ്ടാവും. അപ്പം ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ചിൽഡ്രൻസ് ബോഡീസ് ബ്ലോക്ക്. ഇതിൽ ഡാർട്സുകളൊന്നുമില്ല അല്ലേ. ലേഡീസിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ബോഡീസ് ബ്ലോക്കിന് ഉണ്ടാവും, ഡാർട്സ് ഉണ്ടാവും. പക്ഷേ കിഡ്സിൻ്റെ നമുക്ക് ഡാർട്സ് ഒന്നുമില്ല. ഇത് സിമ്പിളാണ് കേട്ടോ. അടുത്തത് വരയ്ക്കാനുള്ളത് ചൈൽഡ് സ്ലീവാണ്. സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റെപ്സ്, ഇത് നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ ഈസിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. കൺസ്ട്രക്ഷൻ ലൈൻസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, മെഷർമെൻറ്റ്സ്. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.